ഇത് കണ്ടോ? എനിക്കറിയോ. പിന്നെ ഇതെങ്ങനെ ഇവിടെ വന്നു? ആരെങ്കിലും കൊണ്ട് കിടത്തിയേച്ച് പോയതായിരിക്കും. ഞാൻ ഇവിടെ മുഴുവൻ നോക്കി, ആരെയും കാണുന്നില്ല. അയ്യോ, ഇത് നിങ്ങളുടെ കുട്ടിയാണ്, നിങ്ങളെ ഏൽപ്പിക്കുന്നു. അയ്യോ, ബോണി. കറക്റ്റ്, ഇത് ബോണിയുടെ കുട്ടി തന്നെയാ. അവന് പല പെണ്ണുങ്ങളുമായി കണക്ഷൻ ഉള്ളതല്ലേ, അതിലേതെങ്കിലും ഒരെണ്ണത്തിന്റെ ആയിരിക്കും. തല്ലിപ്പൊളിയാക്കുവോ? ഇനിയിപ്പോ എന്താ ചെയ്യാ? ആകെ നാറ്റ കേസാവും. അവരാണ് ഈ സ്ഥലത്തും ഇല്ല. ഒരു കാര്യം ചെയ്യാം, ആൾക്കാരറിയുന്നതിന് മുമ്പ് ഇതിനെ എടുത്ത് അകത്ത് നിർത്തിയാലോ? വാ. പതുക്കെ പതുക്കെ. കഥ അടക്കി. നല്ല ഭംഗിയുള്ള കുട്ടി. അതെ, ചെന്ന് നോക്ക്. നീ പോയി, നീ ചെന്ന് നോക്ക്. ഈ ഫ്ലാറ്റിലുള്ളവർക്ക് ഇസ്തിരി ഇട്ട് കൊടുക്കുന്ന രാമൻ വന്നിട്ടുണ്ട്. വല്ലതുണ്ടോ? ഇന്ന് വേണ്ട, നാളെ വരാൻ പറ. ഭയങ്കര തണുപ്പാ പുറത്ത്. ബീഡിന്റെ കയ്യില് ബീഡി? അത് പിന്നെ അവിടെ എവിടെയും കാണുന്നു. സേർട്ടുണ്ട്. ആ, സിഗരറ്റ് തന്നെ ഉണ്ടല്ലേ? അത് മുഴുവൻ ഇരുന്നോട്ടെ. ഓ, ഇനി ഒരു കാപ്പിയും കൂടി കിട്ടിയ രാവിലത്തെ ഫംഗ്ഷൻ ക്ലീൻ. അയ്യോ, അതിനിവിടെ കാപ്പിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതിനെന്താ ഉണ്ടാക്കാൻ ഇഷ്ടം പോലെ സമയല്ലേ? അല്ല, ഇവരൊന്നും എണീറ്റിട്ടില്ലേ? അല്ല, അവരിറങ്ങിക്കോട്ടെ, നമുക്ക് കാപ്പി ഉണ്ടാക്കാം. അല്ല, ഇവിടെ അടുത്തെങ്ങാനും പ്രസവിച്ച സ്ത്രീകളുണ്ടോ? പിന്നെ ഇവിടെ ഒക്കെ പ്രസവിച്ചവരനല്ലേ. പ്രസവിക്കാത്ത മച്ചു പെണ്ണുങ്ങളൊന്നും ഈ ഏരിയയിലില്ല. അതല്ല, ഈ ഫ്ലാറ്റിൽ അടുത്തിടെ പ്രസവിച്ച ഏതെങ്കിലും സ്ത്രീകളുണ്ടോ എന്നറിയാനാ. എന്താ കണ്ണിൽ മുലപ്പാൽ ഒഴിക്കാനാ? കണ്ണിന് എന്ത് പറ്റി? കണ്ണിന് കുഴപ്പമൊന്നുമില്ല. രാത്രി മുഴുവൻ ഒരു കൊച്ചു കുഞ്ഞിനെ നിർത്താനുള്ള കരച്ചിൽ കേട്ടു, അതാ ചോദിച്ചത്. അതാരടാ? ഞാൻ അറിയാതെ ഒരു പുതിയ കാര്യം. ഇനി ഇവരൊറ്റ കേട്ടോ? അവര് കേൾക്കാൻ വഴിയില്ല. ഇത് ആ ഭാഗത്തു നിന്നാണ് കേട്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെ കരയാൻ പ്രായമുള്ള ഒരു കുട്ടി ഇവിടെ ഇല്ലല്ലോ. താഴെ ഇവിടെ എവിടെ കേൾക്കുന്നില്ലല്ലോ. ഇനി മുകളിലെറ്റായി ആയിരിക്കും. ഞാൻ നോക്കിട്ട് വരാം. അയാൾ പോയോ? ആ, പോയി. ആ, ഉണന്നോ? എടാ, ഇത് അവന്റെ കുഞ്ഞ് തന്നെയാ. നീ ആ മുഖത്തോട്ടൊന്ന് സൂക്ഷിച്ചു നോക്കി. അവന്റെ തനി പകർപ്പാ. ശരിയാണല്ലോടാ. നീ മറുക കണ്ടോ? ബോണിയുടെ കാലിലുണ്ട് ഇതേപോലത്തെ ഒരു മറുക. അപ്പൊ ഇത് അവന്റെ കൊച്ചു തന്നെ? ആശാ ചെറിയന്റെ അമൃതകുമാരിയുടെയോ എലിസബത്തിന്റെ ആരുടെങ്കിലും കുട്ടിയായിരിക്കും. അവനെ നിങ്ങൾ വരട്ടെ, റാസ്കൽ. ഛേ, അവൻ വരുന്നവരെ കൊച്ചിനെ കാത്തുവച്ചോണ്ടിരിക്കാൻ പറ്റുമോ നമുക്ക്? കരയില്ലേ, ഇത് കണ്ടോ? ഏതാടാ അടുത്ത കുരിശ്? എനിക്കറിയൂ. ആരായാലും കഥ ഓർക്കണ്ട. കഥ ഓർക്കാതെ ആരെന്നറിയാൻ പറ്റുമോ? അവൻ കേൾക്കും. അയ്യോ, വേണ്ട വേണ്ട വേണ്ട, കരയിലും ഉണ്ണിത്താൻ സാറാ. ആരായാലും തുറക്കണ്ട. നമ്മൾ ഇവിടെ ഇല്ലാന്ന് കണ്ട് തിരിച്ചു പൊക്കോളും. ചീവീട് കരയുന്ന പോലെ ശബ്ദം. ഒരു കാര്യം ചെയ്യ്, ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്യ്. മൂസക്കത്തിരി പാല് കിട്ടുവോ? അയ്യോ, ബൂത്ത് അടച്ചു പോയി കാണുമല്ലോ. പാല് പണി അതിരാവിലെ പോണ്ടേ? അല്ല, നിങ്ങളൊന്ന് ഉദ്യോഗത്തിന് ഒരു ഗസ്റ്റ് ഉണ്ട്, ചായ കൊടുക്കാനാ. ഈ സമയത്ത് എവിടുന്ന് കിട്ടാനാ? ഇനി പാൽ അത്യാവശ്യമാണെങ്കിൽ മോൾ ഉണ്ണിത്താൻ സാറിന്റെ ഫ്ലാറ്റിൽ ഉണ്ടാവും. അവിടെ കാണോ? ഞാൻ വരാം. വേണ്ട 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 വേണ്ട, ഞാൻ പോയി വാങ്ങിച്ചോളാം. ഇതിലെന്തോ ഒരു അപാകത ഉണ്ടല്ലോ. നല്ല കുട്ടി. ആഹാ, അങ്ങനെ അടയാ കിട്ടി. എങ്ങനെ കരച്ചിൽ നിർത്തി? അതൊക്കെ നിർത്തിയടയാ. നീ ആള് കൊള്ളാമല്ലോ. സംഭവം കൊള്ളാം, പക്ഷെ വിരലെടുത്താ ഉടനെ കൊച്ചു കരച്ചിൽ തുടങ്ങും. ഒരു ഫീഡിംഗ് ബോട്ടിൽ വേണം. ഹലോ, കാശ്. ഓ, ഐ ആം സോറി. മൂത്രം. വിനോദേ,
മൂടി ഓർക്കടാ. നോക്കിട്ടോ. ഇന്നത്തെ ഹിന്ദു ഉണ്ടോ? ഞങ്ങളിവിടെ ഇന്ത്യൻ എക്സ്പ്രസ്സാ വരുത്തുന്നത്. അകത്ത് ഏതോ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ പോലെ. കുഞ്ഞോ? ആ മിമിക്രി പ്രാക്ടീസ് ചെയ്യാ. പോടാ. മൂന്നര. അവൻ വരുന്നുണ്ട്. എന്റെ അളിയാ, ഇന്നലത്തെ ഒരു നൈറ്റ് ലൈഫിൽ മറക്കാൻ പറ്റത്തില്ല. നല്ല കിളി പോലത്തെ ഒരു പെണ്ണ്, ഒരു തമ്പുരാട്ടിക്കുട്ടിയാണ്. ഒരു രാത്രിത്തെ റിലേഷനെ ഉള്ളെങ്കിലും കല്യാണം കഴിക്കാൻ തോന്നിപ്പോയി. ഞാനൊരു കുളി പാസ്സാക്കിയിട്ട് വന്നിട്ട് ഡീറ്റെയിൽസ് പറയാം. ഏതാ രാത്രി കൊച്ച്? നിന്റെ പെങ്ങൾ വെളിയിൽ വന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഏത് അയൽവക്കത്താരില്ലാണോ? അല്ല. പിന്നെ ഏതാ? അത് തന്നെ ഞങ്ങൾക്ക് അറിയേണ്ടത്. കൊള്ള റാസ്കൽ. ആരാടാ കൊച്ച്? അളിയാ, എന്താ ഇത്? സത്യം പറയണം. ആ കിടക്കുന്ന കുഞ്ഞ് ആരുടേതാണെന്ന് ഇപ്പൊ പറഞ്ഞോണം. എനിക്കെങ്ങനെ അറിയാം? നിനക്കറിയത്തില്ലല്ലേ? എടാ, ആശാ ചെറിയന്റെ ആണോ, എലിസബത്തിന്റെ ആണോ, അമൃതകുമാരിയുടെ ആണോ, ഏത് കുമാരിയുടെ ആണെങ്കിലും ഒന്ന് പറ. എവിടാ പെങ്ങൾ വെളിയിൽ? ഓരോന്ന് ഒപ്പിച്ചിട്ട് തമാശ പറയാ. പിന്നു, ഇത് നിങ്ങളുടെ കുട്ടിയാണ്, നിങ്ങളെ ഏൽപ്പിക്കുന്നത്. ഇത് നിങ്ങളുടെ കുട്ടിയാണ്, നിങ്ങളെ ഏൽപ്പിക്കുന്നത്. ഏത് പെണ്ണിന്റെ ഹാൻഡ് റൈറ്റിംഗ് അത്? എനിക്കെങ്ങനെ അറിയാൻ പറ്റും? നിനക്കേ പറയാൻ പറ്റൂ. ഊരാ പാന്റ്. ഊരാ പാന്റ്. എന്നെ കൊണ്ട് സത്യം പറഞ്ഞത്. അയ്യേ, അത് ഇതുമായിട്ടെന്ത് ബന്ധം? ആ ബന്ധമുണ്ട്. നീ പാന്റ് ഊര്. അയ്യേ, ഛേ, കണ്ടോ, കൊച്ചിന്റെ ദേഹത്ത് കണ്ട അതേ മറവ് അതേ സ്ഥാനത്ത് ഇവന്റെ ദേഹത്തുണ്ട്. അത് കൊള്ളാം. രൂപസാദർശമുള്ള ഒരു മരം കൊണ്ടെന്ന് വിചാരിച്ച കുട്ടി എന്റെ അങ്ങനെ ഒരുപാട് ഞഞ്ഞ വർത്താനം പറയരുത്. ഉണ്ണി. വേണ്ട വേണ്ട വേണ്ട, കൂടുതലൊന്നും പറയണ്ട. എന്തായിരുന്നു ഇവിടെ? ബോണിക്ക് അങ്ങനെ അബദ്ധങ്ങളൊന്നും പറ്റാറില്ല. അപ്പൊ അക്കൗണ്ട്സ് സെറ്റ് ചെയ്ത് റെസീറ്റ് മേടിക്കാറുണ്ടെന്ന്. ആ റെസീറ്റ് അവിടെ കിടക്കുന്നത്. എടാ, എവിടെങ്കിലും പോയി എന്തെങ്കിലും അബദ്ധം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്തസ്സോടെ സമ്മതിക്കേ. അതിനാണ് സർക്കാർ ഓരോ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നിനക്കൊരു 50 പൈസ മുടക്കിയിട്ട് പോയിരുന്നല്ലോ. ബാക്കിയുള്ളവർ ഇങ്ങനെ കിടന്ന് ബുദ്ധിമുട്ടുണ്ടല്ലോ. നിർത്തലാ. എന്താ കാര്യം? എന്താ കാര്യം കാണിച്ചു തരാം. എടുത്തു വിടാ. ഇന്നാ സ്വന്തം അച്ഛന്റെ കൈ തന്നെ ഇരിക്കട്ടെ. ഇനി അച്ഛനായി മോളായി. ഒരേ ഉണ്ണികൃഷ്ണ, ഉണ്ണികൃഷ്ണ, വിനോദേ, ഒരക്ഷരം മിണ്ടി പോരുത്. രാവിലെ തൊട്ട് ഞങ്ങളും കൂടെ അനുഭവിക്കുന്നത്. ഫാമിലി റൂം അവിടെ. പോടാ പോടാ. ഉണ്ണികൃഷ്ണ, ഉണ്ണികൃഷ്ണ, കഥ തുറക്കടാ. ഇവിടെ പറയുന്നത് കേൾക്കണേ. തുറക്കടാ ഉണ്ണികൃഷ്ണ, കഥ തുറക്കടാ. വിനോദേ, നീ എങ്ങനെ തുറക്കടാ? അയ്യോ, കൊച്ചു കരയുന്നടാ. കളി തമാശ കളയാനാ പറയുന്നേട്ടാ. എടാ വിനോദേ, തുറക്കടാ, തുറക്കടാ, പുല്ല തുറക്കടാ. ഉണ്ണികൃഷ്ണ, കഥ തുറക്കടാ. അയ്യേ, എടാ ഉണ്ണികൃഷ്ണ, ഓടിവായോ, കൊച്ച അപ്പിക്കടാ. അയ്യേ, എടാ വിനോദ, കഥ തുറക്കടാ. അയ്യേ, തുറക്കടാ, ചവിട്ടി തുറക്കും. അയ്യേ, എന്താടാ ഉണ്ണികൃഷ്ണ, കൊച്ച അപ്പിട്ട് എന്റെ കയ്യിലൊക്കെ ഒന്ന് പിടിച്ചേ. കൊണ്ടുപോകണം. ആ പൈപ്പിന്റെ മൂട്ടിലെങ്ങനെ കൊണ്ട് കഴിവ്. പോ. ഒന്ന് കഴുകി തന്നാ ഞാൻ എടുത്തോളാം. എനിക്ക് പരിചയമില്ല. എടാ, ഞങ്ങൾക്ക് ക്രാങ്ങളുടെ ചന്തി കഴിക്കലല്ലേ ജോലി. കൊണ്ടുപോകണവിടുന്ന്. നീ ഇത്ര കാലത്ത് തന്നെ എവിടെ പോന്നു? ഇന്ന് മോർണിംഗ് ഫ്ലൈറ്റിൽ ഞങ്ങളുടെ MD വരുന്നുണ്ട്. എയർപോർട്ടിൽ റിസീവ് ചെയ്യാൻ പോണം. MD എയർപോർട്ടൊക്കെ മനസ്സിൽ ഇരുന്നാ മതി. കുട്ടിയെ നോക്കാൻ നീ അങ്ങനെ മുങ്ങണ്ട. പോവാതിരിക്കാൻ പറ്റത്തില്ല. MD എന്ത് വിചാരിക്കും? MD അല്ല, നിന്റെ അപ്പൻ സാക്ഷാൽ വർക്കിച്ചേട്ടൻ വരുന്നെന്ന് പറഞ്ഞാലും നിന്നെ ഞങ്ങൾ വിടത്തില്ല. വിട്ടാ നീ മുങ്ങും. ഉണ്ണികൃഷ്ണ,
ഉണ്ണികൃഷ്ണ കളി മാസം കാണിക്കരുത്. കാണിച്ചടാ. അവനെ വിടടാ. എവിടെ വരുന്നത്? അവനെ ഞാൻ ചെവിയെ തൊട്ടിട്ട് പോണം. പിടിച്ചടാ. ഉണ്ണികൃഷ്ണ, ഐ. മാറ്. കഥ തുറക്കണം. ജോലി പോകുന്ന പ്രശ്നമാണ്. ഉണ്ണികൃഷ്ണ, ഉണ്ണികൃഷ്ണ. ബൈ. ഏയ്, ഉണ്ണികൃഷ്ണ, ദാ, വിനോദേ, നിന്നില്ല അവിടെ. ഏയ്, ഉണ്ണികൃഷ്ണ. ആഷി ആഷി നിക്കവിടെ ആഷി ഓടില്ലേ ആഷി 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 നിങ്ങൾ എന്താ ഇപ്പൊ ചോട്ട് വന്നത്? അങ്കിൾ ഞങ്ങളുടെ പട്ടി പട്ടിയാ? ഏതാ അങ്കിൾ ഈ ഓ, കുട്ടി ഈ കുട്ടിയും പട്ടിയും. ഇത് അങ്കിളുടെ കുട്ടിയാ ആ ചെറിയ വായി വലിയ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. ഇതിന്റെ മുഖത്ത് എഴുതി വെച്ചിരിക്കുന്ന എന്റെ കുട്ടിയാണെന്ന് മനുഷ്യനെ നാറ്റിച്ച് അടങ്ങും. ഞങ്ങൾ ഇതിനൊന്ന് കൊണ്ടുപോയിക്കട്ടെ ആ കൊണ്ടുവയ്ക്കോ. പക്ഷെ തിരിച്ചു കൊണ്ടുവരുന്നത്. ആ എല്ലാരും കാണിച്ചിട്ട് ഇപ്പൊ കൊണ്ടുവരാം ചതിക്കല്ലേ? പൊയ്ക്കോ. മിണ്ടരുത്. ഇറങ്ങ് ബാവോ. നമുക്ക് ഐസ്ക്രീം മേടിച്ചു തരാം ബാവോ. എന്താ കാര്യത്തിലായി കരയുന്നത് ബാവോ? അയ്യോ ആരെങ്കിലും കേട്ട ബാവോ. അയ്യോ എന്റെ ദൈവമേ ബാവോ. ഇതേതായി കുട്ടി? ഇതിന്റെതാണല്ലോ ഇന്നലെ കേട്ട കരച്ചിലും പ്രശ്നമൊക്കെ. എന്ത് പ്രശ്നം? ഞാനും ആകെ പ്രശ്നത്തിലാ. ഇതിന്റെ കല്ലും നെല്ലും തിരിഞ്ഞിട്ട് ബാക്കി കാര്യം. ഇതാര കുട്ടിയാണ്? ഉണ്ണികൃഷ്ണന്റെ. ഉണ്ണികൃഷ്ണൻ സാറിന് ആ അങ്ങനെ ബാച്ചിലേഴ്സ് ആണല്ലേ പറഞ്ഞു? അല്ല വിനോദിന്റെ. മൂപ്പറും ബാച്ചിലേഴ്സ് ആണല്ലോ. അല്ല അത് ബോണി സാറേ, എന്നോട് വേണോ ഇത്? കുട്ടിയെ കണ്ടാൽ അറിഞ്ഞൂടെ ആ കണ്ണും മൂക്കും ഏതാണ്ട്? സാറേ സാരല്ല, ചെറുപ്പക്കാരാവുമ്പോ ഇത്തരം പല അബദ്ധങ്ങളും സംഭവിക്കും. ഇതുപോലെ എത്രയോ അബദ്ധങ്ങൾ പല രാജ്യത്തും കഴിഞ്ഞു വന്നിട്ടുള്ളവനാണ് ഈ ഞാൻ. പോട്ടെ, കൊച്ചിന്റെ തള്ളനെ വിളിക്ക്. കൊച്ചിന് തള്ളയൊന്നുമില്ല. ഇത് ടെസ്റ്റ് ട്യൂബ് ശിശുവാ? പൊന്നു മൂസാക്ക ചതിക്കരുത്. ഇങ്ങനെ ഒരു കൊച്ചിനെ ഇവിടെ കണ്ട കാര്യം പുറത്ത് ആരോടും പറയരുത്. മൂസാക്ക, ഇതെന്റെ ലൈഫിന്റെ പ്രശ്നമാണ്. നമ്മൾ രണ്ടുപേരും അല്ലാതെ മൂന്നാമതൊരാൾ ഇത് അറിയരുത്. പ്രോമിസ്. ശരി, ഞാനിതാരോടും പറയുന്നില്ല. ആ കുട്ടിന്റെ കരച്ചിലൊന്ന് മാറ്റിന്നേ. വല്ല പാലോ വെള്ളോ കൊടുക്കാൻ നോക്കി. അവനാന്റെ കുട്ടികളൊക്കെ ആവുമ്പോ മൂസാക്ക പേടിക്കണ്ട, ഞാൻ ആരോടും പറയില്ല. എന്നെ വിശ്വസിക്ക. പടച്ചോന്റെ ഒരു കളിയെ നേരെ ചൊവ്വ നിക്കാഹ് കഴിച്ച് കുട്ടികൾ ഉണ്ടായാൽ ഇങ്ങനെ ഒത്തിട്ടൂല. ഇത് കൃത്യം ബോണി സാറിന് അപ്പടി എടുത്തു വെച്ചിരിക്കല്ലേ. മൂസേ, ആ കുട്ടി അയാളുടെ ആണെന്ന് തന്നോട് പറഞ്ഞു? അങ്ങനെ പറഞ്ഞില്ല. പക്ഷെ ഇങ്ങനെ ഒരു കുട്ടിനെ കിട്ടിയ കാര്യം പുറത്ത് പറയരുതെന്ന് ബോണി സാറിനെ കൊണ്ട് സത്യം ചെയ്യിച്ചു. അപ്പൊ അതിലെന്തോ ഒരു പന്തികേടില്ലേ? ഉണ്ടല്ലോ. ഇപ്പൊ ബോധ്യായല്ലോ. ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ആളുകളെ മനസ്സിലാക്കാനുള്ള കഴിവില്ലെന്നും. ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് ഒരു വിലയില്ലല്ലോ. വസുന്ധരേ, ഒരു കുഞ്ഞു വന്ന് വീട്ടിൽ കയറാന്ന് വെച്ചാൽ അതിൽ പര ഐശ്വര്യം എന്താ? ഈശ്വരന്റെ വരപ്രസാദാണ് കുഞ്ഞുങ്ങൾ എന്നല്ലേ പഴമൊഴി. ഉണ്ണി, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അവര് നമുക്കൊരു ഉപദ്രവം ചെയ്തിട്ടില്ലല്ലോ. അവരുടെ ഫ്ലാറ്റിൽ കുട്ടി ഉണ്ടാവാതിരിക്കേ അതൊക്കെ നമ്മൾ എന്തിനാ അന്വേഷിക്കാൻ പോണത്? അത് തന്നെയാ ഞാനും പറഞ്ഞത്, അന്വേഷിക്കാൻ പോണ്ടെന്ന്. ഇനി മേലാൽ അവിടെ പോവോ അവരോട് സൊള്ളാൻ നിൽക്കുകയോ ചെയ്താല് എന്നെ തനിനിറം കാണും, പറഞ്ഞേക്കാം. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, ഫാമിലി താമസിക്കുന്ന ഇടയില് ബാച്ചിലേഴ്സിന് ഫ്ലാറ്റ് കൊടുക്കരുതെന്ന്. എന്നോട് പറഞ്ഞോ? എടോ തന്നോടല്ലോ, ഈ ഫ്ലാറ്റിന്റെ ഉടമസ്ഥനോട്. അത് ശരി, അതിന് എന്നോട് ഇങ്ങനെ ഒരു അടിച്ചെന്താ? നേരെ തന്നെ ഞാൻ നമ്മളെ വാര്യറോടും ഡോക്ടറോടും കൂടി ഈ വിവരം ഒന്ന് പറഞ്ഞു പറ്റേ. മറ്റത് അവരെന്ത് വിചാരിക്കും? ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് മൂസം മൂടിയ ചെയ്യുന്നാലും വിചാരിക്കുക. തന്നെയല്ല, എനിക്കിത് പറഞ്ഞില്ലേ വല്ലാത്തൊരു മനസാക്ഷി കുത്താ. ഞാൻ പോട്ടെ. അതൊരു മനസാക്ഷി കുത്താ. എന്താടേ, നിന്റെ കൊച്ചുറങ്ങിയോ? ഇല്ല, അകത്ത് നാഗസ്വരം വായിക്കുന്നു.
കൊച്ചിന്റെ കാര്യം നാട്ടുകാർ മുഴുവൻ അറിഞ്ഞ് സമാധാനമായല്ലോ. സത്യം എന്നായാലും നാട്ടുകാർ അറിഞ്ഞല്ലോ ഒക്കൂ. എന്നെ പിടിച്ച് വല്ലവന്റെയും കൊച്ചിന്റെ തന്തയാക്കിയാലേ നീയൊക്കെ അടങ്ങും. എടാ ബോണി, നിനക്ക് ഏതായാലും ഒരു അബദ്ധം പറ്റി. ഇനിയെങ്കിലും നീ അത് തുറന്ന് സമ്മതിക്ക്. എനിക്കൊരു അബദ്ധം പറ്റി. ആ. നിങ്ങളോടൊപ്പം താമസിച്ചത്. ഡാ, ശ്രീകൃഷ്ണനായിട്ട് നാട് മുഴുവൻ ചുറ്റി അടക്കുമ്പോ നീ ഓർക്കണമായിരുന്നു ജിൽജിജാങ്ക ബുൽബുനാക്കിക്ക് ഇനിയൊരു റിയാക്ഷൻ കൂടി ഉണ്ടെന്ന്. ഇത് എത്ര പറഞ്ഞാലും വിശ്വാസമാവില്ലെന്ന് വെച്ചാ നീ ഇനി എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഇക്കാര്യത്തിൽ നിന്നെ ഞങ്ങൾക്ക് വിശ്വാസമില്ല. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇതെന്തൊരു പരീക്ഷണമാ. മാതാവ് അങ്ങനെ കള്ളസാക്ഷി പറയില്ല എന്റെ മോനെ. അയ്യോ, ഇതെന്റെ കൊച്ചല്ല. ഇനി എങ്ങനെയാണ് നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്റെ അമ്മയാണ് സത്യം. എനിക്ക് അങ്ങനെ ഒരു സ്ത്രീയുമായിട്ടും ബന്ധമില്ല. ഒരു തമാശയ്ക്ക് വേണ്ടി പലപ്പോഴായി ഞാൻ നിങ്ങളോട് ഒരുപാട് നുണ പറഞ്ഞിട്ടുണ്ട്. ഓരോ തവണ ടൂർ കഴിഞ്ഞു വരുമ്പോഴും വെറുതെ കെട്ടിച്ചമച്ച ഓരോരോ കഥകൾ, അത്രേ ഉള്ളൂ. സത്യം പറഞ്ഞ ഈ ആശാച്ചെറിയാനും അമൃതകുമാരിയും സീനത്തും ഒക്കെ എന്റെ വെറും സങ്കല്പ കാമുകിമാരാണ്. മോഹം വെറുതെ പറഞ്ഞു തീർക്കുമ്പോഴുള്ള ഒരു സുഖം, അതിങ്ങനെ ഒരു കുരിശാവുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. ജീവിതത്തിൽ ഇന്ന് വരെ ഒരു സ്ത്രീയുമായി ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല. ദയവ് ചെയ്ത് ഞാൻ പറയുന്ന ഇനിയെങ്കിലും ഒന്ന് വിശ്വസിക്കും. പിന്നെ ആരുടെ കുട്ടി? അതാ എനിക്ക് മനസ്സിലാവാത്തത്. ഛേ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഈ കൊച്ചൊരു തലവേദനയായല്ലോ. ആരെങ്കിലും അന്വേഷിച്ചു വരുന്നവരെ നമ്മളിതിനെ നോക്കാന്ന് വെച്ചാ ആരും അന്വേഷിച്ചു വരില്ല, അത് ഉറപ്പാ. അന്വേഷിച്ചു വരാനാണെങ്കിൽ പിന്നെന്തിനാ ഉപേക്ഷിച്ചിട്ട് പോയത്? ഒരു കാര്യം ചെയ്താലോ, നമുക്കിതിനെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചാലോ? ഏയ്, അത് വേണ്ട. പിന്നെ കേസും സ്റ്റേഷനിൽ കയറി ഇറങ്ങലും ഇതിനേക്കാൾ വലിയ പുലിവാലാവും അത്. പിന്നെ എന്ത് ചെയ്യാനാ? നമുക്ക് ഇതിനെ ഡോറി കടന്നല്ലേ കിട്ടിയത്. ആരും അറിയാതെ മറ്റേതെങ്കിലും ഡോറി കൊണ്ടുവച്ച് നമുക്ക് തടി രക്ഷപ്പെടുത്താം. അത് ശരിയാവില്ല ബോണി. കുഞ്ഞിന്റെ കാര്യം ഇപ്പൊ തന്നെ ഫ്ലാറ്റിൽ മറ്റെല്ലാരും അറിഞ്ഞിരിക്കുന്നു. എടാ, ഈ കോളനിയല്ല, പുറത്തെവിടെയെങ്കിലും അങ്ങ് ദൂരെ. ആരാത്? ഞങ്ങളാ അത് സാറന്മാരോ? നിങ്ങൾ ഈ അസമയത്ത് കുഞ്ഞിനും കൊണ്ട് എവിടെ പോകണം? കുഞ്ഞിനെ അസുഖം. അതെ അതെ. ആശുപത്രി. ഇപ്പൊ എവിടെ ആസ്പത്രി? ഏത് ആസ്പത്രി? അത് പിന്നെ നമുക്ക് രാജലക്ഷ്മി ഡോക്ടറെ എടുത്തു പോവാ. ഞാനും വരാം. അയ്യോ, മേളൊരു ശബ്ദം കേട്ടില്ലേ? ആ, കേട്ടു. ഞാൻ കേട്ടു. ഇതിന്റെ മുകളിലോ? ഞാൻ അറിയാത്തൊരു സൗണ്ട്. ഞാൻ കാണിച്ചു തരാം. മേളിൽ പോയി നോക്ക്. മുകളിൽ മൂന്നാമത്തെ വലിയ ശബ്ദം കേട്ട്. ചെന്നോ. വിട്ടോ. ഇതിലെന്തോ ഒരു പെശകുണ്ടല്ലോ. ഇവിടെ മതി. ഇവിടെ ഒരുപാട് വീടുകളുണ്ട്. ഏതെങ്കിലും ഒരു ഗേറ്റിൽ കൊണ്ടുവെക്കാം. എല്ലാരും ഉറങ്ങിയെന്ന് തോന്നുന്നു. ഇവിടെ കിടന്ന നമുക്ക് അറിയാ, മാരുതി കറ കിടക്കുന്നു. ഏതായാലും സാമ്പത്തിക നില ഭദ്രമാ. അഥവാ ഒരു കുട്ടിയെ കൂടുതൽ കിട്ടിയെന്ന് വിചാരിച്ച ഒരു കുഴപ്പമുണ്ടാകാൻ പോകുന്നില്ല. ഇവിടെ അതിനെക്കാട്ടി നല്ലതാ. അവിടെ മാരുതി കാറല്ലേ, ഇവിടെ കോണ്ടസാ ക്ലാസിക്കാ. ഇങ്ങോട്ട് കിടത്ത്. ഇവിടെ ഇതൊക്കെ ഉണത്തരുത്. വാ. ബോണി, നീ വണ്ടി നിർത്തി. എന്താടാ? കുഞ്ഞിനെ ഇപ്പൊ പട്ടി അടിച്ചോണ്ട് പോയനെ. ഈ പരിപാടി ശരിയാവില്ല. നീ വണ്ടി വിട്.